ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിൻ ആനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ കേരളത്തിലെ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് NRI സീറ്റ് പ്രവേശനത്തിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. NRI സീറ്റിൽ അഡ്മിഷൻ ലഭിക്കാൻ വിദ്യാർത്ഥി NRI ആകണമെന്നില്ല എന്നതിനെ പറ്റിയിട്ടുള്ള ക്ലിയർ വീഡിയോ ആണ് നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അടുത്ത ഏതെങ്കിലും ഒരു ബന്ധുക്കൾ NRI ആണെങ്കിൽ മതിയാകും എന്നതും കൂടി ഇതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം. ഇതിന് എന്താണ് എലിജിബിലിറ്റി? നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ, അതായത് ഫസ്റ്റ് കസിൻസ് തുടങ്ങിയവർ NRI ആണെങ്കിൽ വിദ്യാർത്ഥിക്ക് ഈ കോട്ടയിൽ അപേക്ഷിക്കാം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ലാത്തവർ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി കേട്ട് നോക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഫീസ് ഘടന നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് സീറ്റുകളെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു ഫീസ് വ്യത്യാസം ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 25,000 രൂപ എക്സ്ട്രാ വരുന്നുണ്ട് NRI സീറ്റിനാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ. മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് പോലും ഈ അവസരം ഉപയോഗിച്ച് കേരളത്തിലെ നല്ല കോളേജുകളിൽ പ്രവേശനം നേടാം. LBSൽ വരുന്ന പ്രൈവറ്റ് കോളേജസിൽ 15% വരെ സീറ്റുകൾ NRI കോട്ടയ്ക്കായിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബേസ് ചെയ്തിട്ടും അഡ്മിഷൻ കിട്ടാനുള്ളൊരു ടിപ്പ് കൂടിയാണ്. അതായത് മാർക്ക് കുറഞ്ഞ കുട്ടികളും NRI കോട്ടയിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ 25,000 റുപ്പീസ് എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് വെക്കാം. ഈ ഒരു മാനദണ്ഡങ്ങൾ നിങ്ങൾ പാലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ. ഇനി ഇതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇപ്പോൾ സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയുടെ പാസ്പോർട്ട്, വിസ അത് എംബസി അറ്റസ്റ്റ് ചെയ്തതായിരിക്കണം. ദെൻ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, സ്പോൺസർഷിപ്പ് ലെറ്റർ എന്നിവയെല്ലാം വേണം. അപ്പോൾ ഓൾറെഡി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ഡോക്യുമെൻറ്റ്സ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ മുടങ്ങാതെ കറക്റ്റ് കണ്ടുപോകുന്നവർക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളിലൊന്നും ഒരു ഡൗട്ടും വരാൻ സാധ്യതയില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കറക്റ്റായിട്ട് കണ്ടുപോവുക, ശ്രദ്ധിച്ച് കണ്ടുപോകാം കേട്ടോ. വളരെ ചെറിയ വീഡിയോ ആണ്. പക്ഷേ ഈ ചെറിയ വീഡിയോ നിങ്ങൾ കാണാതെ പോയി കഴിഞ്ഞാൽ അപ്ഡേറ്റ്സ് നിങ്ങൾ അറിയാതെ പോകും. അത് കാരണം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാതെ പോകും. അഡ്മിഷൻ കിട്ടാനുള്ള ടിപ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാതെ പോകും. അപ്പോൾ ശ്രദ്ധിച്ച് വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.